ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത 18-ാം അധ്യായം മോക്ഷസന്യാസയോഗം. കപിലമുനിയുടെ സാഖ്യദർശനമനുസരിച്ച് ജ്ഞാനം, കർമ്മം, കർത്താവ് എന്നിവ ത്രിഗുണങ്ങൾക്കനുസരിച്ച് 3 പ്രകാരത്തിൽ വരുമെന്നാണ് സിദ്ധാന്തിക്കുന്നത്. സാത്വികജ്ഞാനം, രാജസജ്ഞാനം, താമസജ്ഞാനം ഇവ 3 എന്താണ് എന്ന് നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പഠിച്ചു. ഇനി അടുത്തതായി 3 വിധമുള്ള കർമ്മങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങുന്നു 23-ാമത്തെ ശ്ലോകം. നിയതം സംഗരഹിതം അരാഗദ്വേഷതകൃതം അഫലപ്രേപ്സുനാ കർമ്മ യത്തത് സാത്വികമുച്യതേ. നിയതം നിത്യമായ ചുമതലപ്പെട്ട യത് കർമ്മ യാതൊരു കർമ്മം അഫലപ്രേപ്സുന ഫലകാംക്ഷ ഇല്ലാത്തവനാൽ സംഗരഹിതം സംഗരഹിതമായിട്ട് അരാഗദ്വേഷത താൽപ്പര്യമോ വെറുപ്പോ കൂടാതെ കൃതം ചെയ്യപ്പെട്ടതാകുന്നുവോ തത് അത് സാത്വികം കർമ്മ ഉച്യതേ സാത്വികമായ കർമ്മം എന്ന് പറയപ്പെടുന്നു. ഫലം തനിക്ക് അനുഭവിക്കണം എന്ന ആകാംക്ഷയില്ലാത്തതിനാൽ ആസക്തി കൂടാതെയും രാഗദ്വേഷങ്ങൾക്ക് വശംവദനാകാതെയും അനുഷ്ഠിക്കപ്പെടുന്ന വിഹിത കർമ്മം സാത്വികം എന്ന് പറയപ്പെടുന്നു. കർമ്മത്തോടുള്ള മമത, ഫലത്തിലുള്ള ആഗ്രഹം, ഞാനിത് ചെയ്യുന്നു എന്ന കർത്തൃത്വ ബുദ്ധി, ഇതൊന്നുമില്ലാതെ ചുമതലപ്പെട്ട കർമ്മം ചെയ്യുകയാണ് സാത്വിക കർമ്മത്തിൻ്റെ ലക്ഷണം. കർമ്മം ചെയ്യുന്നയാൾക്കും മറ്റുള്ളവർക്കും അത് ശാന്തിയും സുഖവും പ്രദാനം ചെയ്യും. സത്വഗുണപ്രധാനിയായ ഒരാൾ സംഗരഹിതമായും ഫലമിച്ഛിക്കാതെയും രാഗദ്വേഷങ്ങൾക്ക് വിധേയമാകാതെയുമാണ് കർമ്മം ചെയ്യുന്നത്. രാഗവും ദ്വേഷവുമാണ് നമ്മളെ കർമ്മത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നത്. ഒരു വിഷയത്തിലുള്ള സുഖം കണ്ടിട്ട് അതിനോട് നമുക്ക് രാഗമുണ്ടാകുന്നു. വീണ്ടും അതിൽ തന്നെ പ്രവർത്തിക്കാൻ നാം തയ്യാറാകും. അതുപോലെ തന്നെയാണ് ദ്വേഷവും. ഇത് എനിക്ക് ദുഃഖമുണ്ടാക്കിയതാണ്, ഇതിൽ നിന്ന് ഞാനിനി വിട്ടുനിൽക്കേണ്ടതാണ് എന്ന ചിന്ത അത്തരം സന്ദർഭങ്ങളിൽ നിന്നും നമ്മളെ പിന്നീട് അകറ്റി നിർത്തും. യഥാർത്ഥത്തിൽ ഇതിൽ നന്മയോ തിന്മയോ എന്താണുള്ളത് എന്ന് വേർതിരിച്ചറിയാതെ നാം പലതിലും പ്രവർത്തിക്കുകയും പലതിൽ നിന്നും നിവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഉള്ളിൽ വാസനകൾ ഉണ്ടാക്കി വീണ്ടും വീണ്ടും കർമ്മം ചെയ്യിച്ചുകൊണ്ടുമിരിക്കും. അതായത് രാഗദ്വേഷങ്ങൾക്ക് കീഴടങ്ങി ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അവസാനമുണ്ടാവില്ല എന്നർത്ഥം. എന്നാൽ ജ്ഞാനിയായ ഒരാൾ ചെയ്യുന്ന സാത്വിക കർമ്മത്തിൽ രാഗദ്വേഷങ്ങൾക്ക് ഇടമില്ല. ചെയ്യുന്ന കർമ്മത്തിൽ അയാൾക്ക് സംഘവുമില്ല. കർമ്മഫലത്തിൽ ആശയുമില്ല. അത് ബ്രഹ്മാർപ്പണ രൂപത്തിൽ അനുഷ്ഠിക്കപ്പെടുന്ന ശ്രേഷ്ഠ കർമ്മമാണ്. ഇനി രാജസകർമ്മം എന്തെന്ന് പറയുന്നു 24-ാമത്തെ ശ്ലോകത്തിൽ. യത്തു കാമേപ്സുനാ കർമ്മ സാഹംകാരേണ വാ പുനഃ ക്രിയതേ ബഹുലായാസം തദ്രാജസമുദാഹൃതം. പുനഃ പിന്നെ യത് കർമ്മ യാതൊരു കർമ്മം കാമേപ്സുന കാമനയുള്ളവനാലും സാ അഹങ്കാരേണ വാ അഹങ്കാരത്തോടു കൂടിയവനാലും ബഹുലായാസം വളരെ ശ്രമപ്പെട്ട് ക്രിയതേ ചെയ്യപ്പെടുന്നുവോ തത് ആ കർമ്മം അത് രാജസം ഉദാഹൃതം രാജസം എന്ന് പറയപ്പെട്ടിരിക്കുന്നു. ഫലം തനിക്ക് അനുഭവിക്കണം എന്ന ആഗ്രഹത്തോടെ കർത്തൃത്വ അഭിമാനത്താലോ രാഗദ്വേഷങ്ങളുടെ പ്രേരണയാലോ വളരെ പണിപ്പെട്ട് ചെയ്യുന്ന കർമ്മം രാജസം എന്ന് പറയപ്പെടുന്നു. ഞാനിത് ചെയ്യുന്നു എന്ന അഹങ്കാരം, ഇതിൻ്റെ ഫലം എനിക്ക് അനുഭവിക്കണം എന്ന ആഗ്രഹം, ഒരുപാട് അധ്വാനം, ഇതെല്ലാം ഉൾപ്പെട്ട് വരുന്നതാണ് രാജസകർമ്മം. ഇത്തരം കർമ്മങ്ങൾ ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ തളർത്തും. ഇന്ദ്രിയങ്ങൾ ഇടതടവില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വലിയ ആയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. കൂടാതെ എനിക്ക് ലക്ഷ്യം നേടാൻ കഴിയുമോ ഇല്ലയോ, വിചാരിച്ച ഫലം കിട്ടുമോ എന്നൊക്കെയുള്ള ആശങ്കയും ഭയവും എല്ലാം അവനെ തളർത്തുകയും ചെയ്യും. ഇത്തരക്കാർ ചെയ്യുന്ന കർമ്മങ്ങൾ
ലൗകികമായാലും വൈദികമായാലും അവർ ചിന്തിക്കുന്നത് ഈ കർമ്മം ഇഹത്തിലും പരത്തിലും ഭോഗ്യവസ്തുക്കളിൽ നിന്നുണ്ടാകുന്ന സുഖത്തിന് കാരണമാകും എന്നാണ്. അതിനുവേണ്ടി അവർ ധാരാളം പണം ചെലവഴിക്കും. കിട്ടാത്തതൊക്കെ സമ്പാദിക്കാൻ ഓടി നടക്കുകയും ചെയ്യും. അവർക്ക് താമസന്മാരുടെ നിലയിലേക്ക് താഴാൻ വളരെ എളുപ്പവുമാണ്. ഇനി അടുത്തതായി താമസകർമ്മം എന്തെന്ന് നോക്കാം. 25-ാമത്തെ ശ്ലോകം. അനുബന്ധം ക്ഷയം ഹിംസാം അനവേക്ഷ്യ ച പൗരുഷം മോഹാദാരഭ്യതേ കർമ്മ യത്തത്താമസമുച്യതേ. അനുബന്ധം ഭാവി ഫലത്തെയും, ക്ഷയം നാശത്തെയും, ഹിംസാം പരോപദ്രവത്തെയും, പൗരുഷം ച പൗരുഷത്തെയും, അനവേക്ഷ്യ നോക്കാതെ അല്ലെങ്കിൽ കൂട്ടാക്കാതെ, മോഹാത് അജ്ഞത കൊണ്ട്, യത് യാതൊന്ന്, ആരഭ്യതേ ആരംഭിക്കുന്നുവോ, തത് കർമ്മ ആ കർമ്മം, താമസം ഉച്യതേ താമസം എന്ന് പറയപ്പെടുന്നു. മേൽ വരാവുന്ന നന്മതിന്മകളെയോ അതുകൊണ്ട് ഉണ്ടായേക്കാവുന്ന നാശത്തെയോ അന്യൻ്റെ ദുഃഖത്തെയോ സ്വന്തം കഴിവിനെ തന്നെയോ പരിഗണിക്കാതെ ഏതൊരു കർമ്മമാണോ ആരംഭിക്കപ്പെടുന്നത് അതിനെ താമസകർമ്മം എന്ന് പറയുന്നു. തമോ ഗുണപ്രധാനമാണ് താമസകർമ്മം. അതുകൊണ്ട് തന്നെ അത് അജ്ഞതയുടെ അടിസ്ഥാനത്തിലായിരിക്കും രൂപമെടുക്കുന്നത്. താൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം ഗുണമുണ്ടാക്കുമോ ദോഷമുണ്ടാക്കുമോ എന്ന ചിന്തയൊന്നും ഇതിലുണ്ടാവില്ല. ഇത് ചെയ്യാൻ എനിക്ക് സാമർഥ്യമുണ്ടോ എന്നും ഇതുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവമുണ്ടാവുമോ എന്നും താമസകർമ്മം ചെയ്യുന്നവൻ ആലോചിക്കുന്നേയില്ല. മദ്യപാനം, ചീട്ടുകളി, ചൂതാട്ടം, അഴിമതി ഇതെല്ലാം താമസകർമ്മത്തിന് ഉദാഹരണങ്ങളാണ്. അവനവൻ്റെ ഇന്ദ്രിയ സുഖത്തിനായി സമ്പത്തും ശക്തിയും എല്ലാം പാഴാക്കുന്ന, ഒരുപക്ഷെ സ്വന്തം ആയുസ് തന്നെ ചുരുങ്ങിപ്പോകുമോ എന്ന് പോലും ചിന്തിക്കാത്ത കർമ്മങ്ങളാണത്. അവർ അധികം താമസിയാതെ ശരീരബലവും മനോബലവും എല്ലാം നശിച്ച് സ്വയം ഒരു ഭാരമായി തീരും. താമസകർമ്മം ചെയ്യുന്നവന് ദുഃഖം ഉടൻ തന്നെ വന്നു ചേരും. രാജസക്കാർക്ക് ദുഃഖം അല്പം വൈകിയാണ് വരുന്നത്. എന്നാൽ സാത്വികന്മാർക്കോ എപ്പോഴും ആനന്ദം അനുഭവിക്കാൻ സാധിക്കും. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജ്ഞാനം, കർമ്മം, കർത്താവ് എന്നിവ ത്രിഗുണങ്ങൾക്കനുസരിച്ച് 3 പ്രകാരത്തിൽ വരുന്നതിനെക്കുറിച്ചാണ്. കഴിഞ്ഞ ശ്ലോകങ്ങളിലായി ജ്ഞാനം, കർമ്മം എന്നിവ സാത്വികം, രാജസം, താമസം എന്ന 3 തരത്തിൽ വരുന്നത് എങ്ങനെയെന്നും അതിൻ്റെ ഫലം എന്താണെന്നും കണ്ടു. അടുത്തതായി കർത്താവ് അഥവാ കർമ്മം ചെയ്യുന്നവൻ ഗുണഭേദങ്ങൾക്ക് അനുസരിച്ച് മാറി വരുന്നതിൻ്റെ ലക്ഷണങ്ങൾ പറയാൻ പോവുകയാണ്. 26-ാം ശ്ലോകത്തിൽ സാത്വിക കർത്താവിൻ്റെ ലക്ഷണമെന്തെന്ന് പറയുന്നു. മുക്തസംഗോനഹം വാദി ധൃത്യുത്സാഹസമന്വിതഃ സിദ്ധ്യസിദ്ധ്യോർനിർവികാര കർത്താ സാത്വിക ഉച്യതേ. മുക്തസംഗഃ കർമ്മത്തോട് ബന്ധപ്പെടാത്തവനായി, അനഹംവാദി കർത്താവ് എന്ന അഭിമാനിക്കാത്തവനായി, ധൃത്യുത്സാഹസമന്വിത ധൈര്യവും ഉത്സാഹവുമുള്ളവനായി, സിദ്ധ്യസിദ്ധ്യോഹോ സിദ്ധ്യ അസിദ്ധികളിൽ കിട്ടുക കിട്ടാതിരിക്കുക ഇവയിൽ നിർവികാരഃ വികാരപ്പെടാത്തവനായ, അവസ്ഥാഭേദം ഉണ്ടാകാത്തവനായ കർത്താവ് സാത്വികഃ ഉച്യതേ സാത്വികൻ എന്ന് പറയപ്പെടുന്നു. ഞാൻ ചെയ്യുന്നു എന്ന് അഭിമാനിക്കാത്തവനും അഹങ്കാരത്തോടെയോ ആത്മപ്രശംസാപരമായിട്ടോ സംസാരിക്കാത്തവനും ധൈര്യത്തോടും ഉത്സാഹത്തോടും കൂടി കർമ്മഫലം സിദ്ധിച്ചാലും ഇല്ലെങ്കിലും ശരി ഇതിൽ നിർവികാരനായി കർമ്മം ചെയ്യുന്ന കർത്താവിനെ സാത്വികൻ എന്ന് പറയുന്നു. കർമ്മത്തിന് 2 തരത്തിലുള്ള ബന്ധമുണ്ട്, മമതയും ഫലവും. ഈ 2 തരം ബന്ധവും അഥവാ സംഘവും വിട്ടവനായിരിക്കും സാത്വിക കർത്താവ്. അയാൾ ലോകത്തിലെ വിഷയവസ്തുക്കളെയോ ബന്ധുജനങ്ങളെയോ ഒന്നും ആശ്രയിച്ചല്ല നിൽക്കുന്നത്. ഇവയെല്ലാം ചേർന്നാണ് തന്നെ പരിപൂർണനാക്കുന്നത് എന്ന മിഥ്യാബോധമൊന്നും അയാൾക്കില്ല. എത്ര മഹത്തായ സേവനം ചെയ്താലും ഒന്നും ചെയ്തതായി അഹങ്കരിക്കുകയുമില്ല. ഏതു തരം തടസ്സം കണ്ടാലും പേടിച്ച് നിൽക്കാതെ ലക്ഷ്യത്തിലെത്തുന്നതുവരെ ഉത്സാഹത്തോടെ പ്രവർത്തിക്കും. ഫലം കിട്ടുമ്പോൾ സന്തോഷിക്കുകയോ കിട്ടാത്തപ്പോൾ ദുഃഖിക്കുകയോ ചെയ്യില്ല.
ശരീരവും മനസ്സും ബുദ്ധിയും എല്ലാം ഈശ്വരൻ്റെ ഇച്ഛ നടപ്പാക്കാനുള്ള മാധ്യമങ്ങളാണ് എന്ന ബോധത്തോടെ പൂർണ്ണ സമർപ്പണത്തോടെയാണ് സാത്വിക കർത്താവ് കർമ്മങ്ങൾ ചെയ്യുന്നത്. വിശ്വപ്രേമം നിറഞ്ഞ അത്തരം മഹാത്മാക്കളുടെ കർമ്മങ്ങൾ ലോകത്തിന് മുഴുവനായും ഗുണം ചെയ്യുന്നു. ഇനി രാജസ കർത്താവ് ആരെന്ന് നോക്കാം. 27-ാമത്തെ ശ്ലോകം. രാഗീ കർമ്മഫലപ്രേപ്സുർ ലുബ്ധോ ഹിംസാത്മകോ ശുചിഃ ഹർഷശോകാന്വിതകർത്താ രാജസ പരികീർത്തിതഃ. രാഗി വിഷയസുഖത്തിൽ ഇച്ഛയുള്ളവനും, കർമ്മഫലപ്രേപ്സുഹു കർമ്മഫലത്തിൽ ആശയുള്ളവനും, ലുബ്ധ പരധനത്തിൽ കാംക്ഷയുള്ളവനും, ഹിംസാത്മക പര ഉപദ്രവകാരിയും, അശുചി അശുദ്ധൻ ശരീര മന ശുദ്ധിയില്ലാത്തവൻ, ഹർഷശോകാന്വിത സന്തോഷവും ദുഃഖവുമുള്ളവനുമായ കർത്താവ് രാജസഹ പരികീർത്തിത രാജസൻ എന്ന് പരികീർത്തിതനാകുന്നു. അമിതമായ വിഷയാസക്തിയുള്ളവനും ഫലകാംക്ഷയുള്ളവനും എത്ര കിട്ടിയാലും മതി വരാത്തവനും അന്യനെ വേദനിപ്പിക്കുന്നതിൽ തൽപരനും ശരീരമനശുദ്ധിയില്ലാത്തവനും ഇഷ്ടാനിഷ്ടപ്രാപ്തിയിൽ ഹർഷശോകഭാവങ്ങളോട് കൂടിയവനുമായ കർത്താവ് രാജസൻ എന്ന് പറയപ്പെടുന്നു. കർമ്മത്തിന് രാഗം കാരണമാണെന്ന് നമ്മൾ പഠിച്ചു. അതാണ് ഒരുവനെ വീണ്ടും വീണ്ടും പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. കാമരാഗങ്ങളെ കൊണ്ട് നിറഞ്ഞ മനസ്സുള്ളവൻ്റെ ശ്രദ്ധ മുഴുവനും കർമ്മഫലത്തിലായിരിക്കും. കിട്ടുന്തോറും ലോഭം വർദ്ധിച്ചുകൊണ്ടുമിരിക്കും. മറ്റുള്ളവരുടെ സമ്പത്തിൽ ആഗ്രഹം വെച്ചു പുലർത്തും. സ്വന്തമായി ദാനധർമ്മങ്ങളൊന്നും ചെയ്യുകയുമില്ല. വാക്കുകൊണ്ടും ശരീരം കൊണ്ടും മറ്റുള്ളവരെ ദ്രോഹിക്കാനും അങ്ങനെയുള്ളവർക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല. താൻ ഉദ്ദേശിച്ച കാര്യം നിറവേറ്റാൻ അധാർമികവും സദാചാരവിരുദ്ധവുമായ മാർഗങ്ങൾ സ്വീകരിക്കാനും ഇവർക്ക് ഒട്ടും സങ്കോചമുണ്ടാവില്ല. സാധാരണ നിലയിൽ നല്ലവനായിരുന്ന ഒരാൾ പോലും കാമരാഗങ്ങൾ വർദ്ധിക്കുന്നതോടെ സൽഗുണങ്ങൾ നഷ്ടപ്പെട്ട് മനസമാധാനമില്ലാത്തവനായി മാറും. ഇതാണ് രാജസകർത്താവിൻ്റെ മനോനില. ഇനി താമസകർത്താവ് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം 28-ാമത്തെ ശ്ലോകത്തിൽ. അയുക്തപ്രാകൃതസ്തബ്ധ ഷഠോ നൈഷ്കൃതികോലസഃ വിഷാദീ ദീർഘസൂത്രീ ച കർത്താ താമസ ഉച്യതേ. അയുക്തഃ മനസ്സടങ്ങാത്തവനും, പ്രാകൃതഃ സംസ്കാരമില്ലാത്തവനും, സ്തബ്ധഃ ഒന്നിനും വഴങ്ങാത്തവനും, ഷഠഃ ഗൂഢമായി വിപ്രിയം ചെയ്യുന്നവനും അല്ലെങ്കിൽ കാപട്യമുള്ളവനും, നൈഷ്കൃതിക പരനിന്ദയിൽ തൽപരനും, അലസഃ മടിയനും, വിഷാദി മനസ്സിന് ക്ഷീണമുള്ളവനും, ദീർഘസൂത്രീച വളരെ അമാന്തക്കാരനുമായ കർത്താവ് താമസഃ ഉച്യതേ താമസൻ എന്ന് പറയപ്പെടുന്നു. മനസ്സുറപ്പില്ലാത്തവനും, സംസ്കാരശൂന്യനും, വിനയമില്ലാത്തവനും, വഞ്ചകനും, ഏഷണി പ്രയോഗിച്ച് മറ്റുള്ളവരുടെ ജീവിതം താറുമാറാക്കുന്നവനും, അലസനും, വിഷാദമൂകനും, കാര്യങ്ങൾ വെറുതെ നീട്ടിവെക്കുന്നവനുമായ കർത്താവിനെ താമസൻ എന്ന് വിളിക്കുന്നു. ഒരു കർമ്മം ചെയ്യാൻ മുതിരുമ്പോൾ അത് ചെയ്യാൻ എനിക്ക് കഴിവുണ്ടോ, അതിൻ്റെ ഗുണദോഷങ്ങൾ എന്തൊക്കെ ആയിരിക്കും എന്നൊന്നും ചിന്തിക്കാതെ തോന്നിയതുപോലെ പ്രവർത്തിക്കുന്നവനാണ് അയുക്തൻ എന്ന് പറയുന്നത്. ബുദ്ധിയുടെ നിയന്ത്രണത്തിലല്ലാതെ തോന്നിയത് കാണിക്കുന്ന മനസ്സിനെയാണ് അയുക്ത മനസ്സ് എന്ന് വിളിക്കുന്നത്. തൻ്റെ അഭിപ്രായം മാത്രം ശരി എന്ന് ശഠിക്കുന്ന, ആർക്കും വഴങ്ങാത്ത തന്നിഷ്ടക്കാരനായിരിക്കും അയാൾ. കർത്തവ്യങ്ങളൊന്നും നിർവഹിക്കാതെ അലസനായി നടക്കുന്ന അയാൾ ഏഷണി പ്രയോഗിച്ച് മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കുകയും ചെയ്യും. ആലസ്യം കൊണ്ട് ഒരു കാര്യത്തിലും തീരുമാനമെടുക്കാതെ ഇന്ന് ചെയ്യേണ്ട കാര്യം ഒരു കൊല്ലം വരെ നീട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. അങ്ങനെ സ്വന്തം കഴിവും വീര്യവും നഷ്ടപ്പെടുന്ന അയാൾ വിഷാദമൂകനായി തീരുകയും ചെയ്യും. ഇപ്രകാരം അയുക്തനും, സ്തബ്ധനും, ഷഠനും, ഏഷണിക്കാരനും, അലസനും, വിഷാദവാനും, ദീർഘസൂത്രിയുമായ കർത്താവ് താമസ കർത്താവാകുന്നു. ത്രിഗുണങ്ങളും
നമ്മുടെ മനോബുദ്ധികളെ സ്വാധീനിക്കുന്നതുകൊണ്ട് അവയുടെ ഏറ്റക്കുറവിനനുസരിച്ച് മനുഷ്യൻ്റെ സ്വഭാവത്തിനും വ്യക്തിത്വത്തിനും മാറ്റം വരുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഒരു ആത്മപരിശോധന നടത്തി നമ്മുടെ തെറ്റുകൾ തിരുത്താൻ കഴിയും. സാത്വിക ജ്ഞാനം, സാത്വിക കർമ്മം, സാത്വിക കർത്താവ് ഇത്രയും ചേർന്ന് വന്നാൽ യഥാർത്ഥ ജ്ഞാനിയാകും. ജ്ഞാനവും കർമ്മവും കർത്താവും സാത്വികമാകുമ്പോൾ ത്രിപുടി നശിക്കും. അതോടെ ആത്മസാക്ഷാത്കാരം ലഭിക്കും. ഭഗവത്ഗീതയിലെ പരമമായ രഹസ്യവും ഇവിടെ വ്യക്തമാണ്. ഹരി ഓം തത്സത്.